മില്ലർ-റാബിൻ അൽഗോരിതമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ദ പ്രൈമാലിറ്റി. ഒരു നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത്. അൽഗോരിതമാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള ഒരു എക്സാമ്പിൾ റൈറ്റ് സൈഡിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ നമ്പറിനെ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, ഫൈൻഡ് ഇൻറ്റീജർ k, q with k greater than 0 and q is an odd number, so that we can write n minus 1 equal to 2 raised to k into q. ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കെയുടെയും ക്യൂവിൻ്റെയും വാല്യൂസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് സെലക്ട് എ റാൻഡം ഇൻറ്റിജർ എ ഇൻ ബിറ്റ്വീൻ 1 and n minus 1. 1നും n minus 1നും ഇടയ്ക്കുള്ള ഒരു ഇൻറ്റിജറിനെ സെലക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ തേർഡ് സ്റ്റെപ്പ് ഒരു ഇഫ് കണ്ടീഷൻ ആണ്. ഹിയർ യു വാണ്ട് ടു പെർഫോം എ റേസ് ടു ക്യൂ മോഡ് n ഈക്വൽ ടു 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ വി ക്യാൻ റിട്ടേൺ ഇറ്റ് ഈസ് ആസ് എ ഇൻകൺക്ലൂസീവ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. ഇൻകൺക്ലൂസീവ് മീൻസ് ഇറ്റ് മേ ബി പ്രൈം. ഇതൊരു പ്രൈം നമ്പർ ആണ് എന്നൊന്നും പറയുന്നില്ല. ഇറ്റ് മേ ബി പ്രൈം. അത് പ്രൈം നമ്പർ ആകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റൂ. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പിൽ ഇവിടെ വെച്ച് നമുക്ക് ഇൻകൺക്ലൂസീവ് എന്ന് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്ത് പോരാം. ഇനി മോഡ് ഈക്വൽ ടു മോഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് 1 അല്ല എങ്കിൽ വി വാണ്ട് ടു പെർഫോം ദ ഫോർത്ത് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് എ ഫോർ ലൂപ്പ് വിത്ത് ജെ വാല്യൂ ഈക്വൽ ടു 0 to k minus 1 വരെ ഈ ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. ഫോർ ലൂപ്പിലെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇഫ് കണ്ടീഷൻ ആണ്. ഇഫിൻ്റെ അകത്ത് എ റേസ് ടു 2 റേസ് ടു ജെ, 2ൻ്റെ പവറാണ് കേട്ടോ ജെ. എ റേസ് ടു 2 റേസ് ടു ജെ, 2 റേസ് ടു ജെ ഇൻറ്റു ക്യൂ മോഡ് എൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. അതിൻ്റെ വാല്യൂ ഈക്വൽ ടു n minus 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ ഓൾസോ വി ക്യാൻ സേ ഇറ്റ് ഇസ് ആൻ ഇൻകൺക്ലൂസീവ് നമ്പർ. അതർവൈസ് ഇറ്റ് ഈസ് കോമ്പോസിറ്റ്. ദിസ് ഇസ് ദ അൽഗോരിതം. ഒരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്ന അൽഗോരിതം വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ലെറ്റ് us consider as an example n is equal to 29. that is ഫസ്റ്റ് സ്റ്റെപ്പ്. ടെസ്റ്റ് ഓഫ് എന്നിലെ എന്നിൻ്റെ വാല്യൂ 29 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ്? ഫൈൻഡ് ഇൻറ്റിജർ k, q with k greater than 0 ആയിരിക്കണം. q എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. So that we can express n minus 1 equal to 2 raised to k into q ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം. So 29 minus 1, n minus 1, it is 29 minus 1 equal to 2 raised to k into q ആയിട്ട് എഴുതാം. 29 minus 1 എന്ന് പറയുന്നത് 28 ആണ്. ആൻഡ് 2 raised to 2, 4 into 7 എന്ന് പറയുന്നത് 28 ആണ്. സോ നമുക്ക് എഴുതാം 28 ഈക്വൽ ടു 2 raised to 2 into 7 ആയിട്ട് ഈ ഒരു എക്സ്പ്രഷൻ എഴുതാം. ഫ്രം ദിസ് ഇക്വേഷൻ, ഫ്രം ദിസ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് പറയാം? കെയുടെ വാല്യൂ 2 ആണെന്നും ക്യൂവിൻ്റെ വാല്യൂ 7 ആണെന്നും മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നുണ്ട് സെലക്ട് റാൻഡം ഇൻറ്റിജർ എ. എവിടെ നിന്ന് എടുക്കേണ്ടത്? 1നും n minus 1നും ഇടയ്ക്കുള്ളൊരു ഇൻറ്റീജറാണ് എടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള ഇൻറ്റീജർ എടുക്കാം. എപ്പോഴും ചെറിയ ഇൻറ്റീജർ എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിതിൻ്റെ അകത്ത് എ റേസ് ടു ക്യൂ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. സോ എയുടെ വാല്യൂ ചെറുതാണെങ്കിൽ റേസ് ടു ഓപ്പറേഷൻസ് കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഏതും ചെറിയ വാല്യൂ ഏതാണോ അതെടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാൻ 2 ആണ് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള വാല്യൂ എടുക്കുക കേട്ടോ നിങ്ങൾക്ക്. എയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 1നും n minus 1നും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കണമെന്ന്, ഇടയ്ക്കുള്ളൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം നിർബന്ധം മാത്രമേ ഉള്ളൂ. ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? എ റേസ് ടു ക്യൂ മോഡ് n ചെയ്യുക. എയുടെ വാല്യൂ 2 ആണ്, ക്യൂയുടെ വാല്യൂ 7 ആണ്. 2 raised to 7 mod 29 ചെയ്യുക. കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to 7ൻ്റെ വാല്യൂ 128 ആണ്. വിച്ച് ദെൻ മോഡ് ഓപ്പറേഷൻ വിത്ത് 29 പെർഫോം ചെയ്യുമ്പോൾ 12 ആണ് റിസൾട്ട് കിട്ടുന്നത്. 12 ഈക്വൽ ടു 1 ആണോ? അല്ല. സോ ഇവിടെ കിട്ടുന്ന റിസൾട്ട് 1 അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോവാം. ഫോർത്ത് സ്റ്റെപ്പിൽ ഫോർ ലൂപ്പാണ്. ജെ ഈക്വൽ ടു 0 to k minus 1 വരെ പെർഫോം ചെയ്യണം. ജെ ഈക്വൽ ടു 0, ഇവിടെ കെയുടെ വാല്യൂ 2 ആണ്. സോ 2 minus 1, 1 വരെയാണ് നമ്മുടെ ലൂപ്പ്. 0ക്കും 1നും ആണ് നമ്മുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ജെയുടെ വാല്യൂ 0 ആവുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ്? എ റേസ് ടു 2 റേസ് ടു ജെ
into q, that is 2 ആണ് എയുടെ വാല്യൂ, റേസ് ടു 2 റേസ് ടു ജെയുടെ വാല്യൂ 0 ആണ്, ഇൻറ്റു 7 മോഡ് 29 ചെയ്ത് നോക്കാം. ഓക്കെ, 2 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും റിസൾട്ട് വരുന്നത്. സോ 2 റേസ് ടു 1 ഇൻറ്റു 7, 2 റേസ് ടു 7 മോഡ് 29. ദാറ്റ് മീൻസ് നമ്മൾ ഫസ്റ്റ് തേർഡ് സ്റ്റെപ്പിൽ ചെയ്ത് സെയിം എക്സ്പ്രഷൻ വന്നിട്ടുള്ളത്. റിസൾട്ട് 12 ആണ്. എന്താണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? n-1 ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വാല്യൂ 29 ആണ്, 28 അല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. സോ എന്താ, നമുക്ക് എഗെയിൻ ഫോർ ലൂപ്പിലോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകണം വിത്ത് ജെയുടെ വാല്യൂ 1 ആയിട്ട്. അപ്പോൾ എങ്ങനെ വരും? 2 റേസ് ടു 1 ഇൻറ്റു 7 മോഡ് 29 ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ 2 റേസ് ടു 1 എന്ന് പറയുമ്പോൾ വാല്യൂ എന്താണ്? 2 ആണ് കിട്ടുന്നത്. ദെൻ 2 ഇൻറ്റു 7 14, 2 റേസ് ടു 14 മോഡ് 29 എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്, മോഡുലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിഡ്യൂസ് എന്ന് പറയുന്നത് 28 ആണ്. ഹിയർ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി അല്ലേ? n-1 ആയി, 29 - 1 ആണ് 28. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. സോ ദെൻ റിട്ടേൺ ഇൻകൺക്ലൂസീവ് ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇൻകൺക്ലൂസീവിൻ്റെ മീനിങ് ഇറ്റ് ഈസ് എ പ്രൈം നമ്പർ എന്നല്ല, ഇറ്റ് മേ ബി പ്രൈം എന്നാണ്. ഓക്കെ, ടെസ്റ്റ് എന്ന് വെച്ച് ഉള്ള ഈ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു നമ്പർ പ്രൈം ആണ് എന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റില്ല. മേ ബി പ്രൈം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചില കേസുകൾ വരുന്നുണ്ട്, ചില കോമ്പോസിറ്റ് നമ്പേഴ്സിനെ ഇത് പ്രൈം ആണ് എന്ന് പറഞ്ഞ് തരുന്ന റിസൾട്ടുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻകൺക്ലൂസീവ് എന്ന്, മേ ബി പ്രൈം എന്നുള്ളതാണ്. ഓക്കെ, then നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം, കോമ്പോസിറ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. Here we can take the value of n as 27. 27 എന്നുള്ളൊരു വാല്യൂ എടുക്കാം. 27നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എൻ്റെ വാല്യൂ 27 ആണ്. ഫൈൻഡ് ഇൻറ്റീജേഴ്സ് k ആൻഡ് q. കെനെയും ക്യൂവിനെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ദാറ്റ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? n-1 is equal to 2 raised to k into q ആയിട്ട് എഴുതാൻ പറ്റും. 27 - 1 എന്ന് പറയുന്നതിന് 2 raised to k into q ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ വരും? 27 - 1 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 26 ആയിട്ട് എഴുതാം. 26 equal to 2 raised to എത്ര വരും? 2 into 13 എഴുതാം നമുക്ക് അല്ലേ? സോ 2യുടെ പവർ കെയുടെ വാല്യൂ 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രം ദിസ് നമുക്ക് എന്ത് പറയാം? k equal to 1 ആണ് ആൻഡ് q എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണ്, ക്യൂയുടെ വാല്യൂ ഒരു ഓഡ് നമ്പർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു a വാല്യൂ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് n-1. ഓൾസോ വി ക്യാൻ ടേക്ക് as a equal to 2 ആയിട്ട് തന്നെ എടുക്കാം. തേർഡ് സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? a raised to q mod n എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറഞ്ഞു. അതിൻ്റെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. എയുടെ വാല്യൂ 2 ആണ്. 2 raised to q എന്ന് പറയുന്നത് 13 mod n, എന്നിൻ്റെ വാല്യൂ 27 which is equal to എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത് നോക്കുക നിങ്ങൾ, റിസൾട്ട് കിട്ടുന്നത് 11 ആണ്. ഓക്കെ, 11 എന്നുള്ള വാല്യൂ ആണ്. സോ 1 ആണ് കിട്ടിയിരിക്കുന്നത്? അല്ല, 11 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഫോർ ലൂപ്പിലോട്ട് കൺട്രോൾ പോകണം. ഫോർത്ത് സ്റ്റെപ്പിലോട്ട് പോയി ഫോർത്ത് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? j equal to 0 to k - 1 വരെ പോകണം. കെയുടെ വാല്യൂ എന്താ? 1 ആണ്. സോ j equal to 0 to 1 - 1, 0 to 0 വരെ ഒറ്റ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഫോർ ലൂപ്പിൻ്റെ അകത്തൊരു ഇഫ് കണ്ടീഷൻ ഉണ്ട്. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടത്? a raised to, that is എയുടെ വാല്യൂടെ 2 ആണ്, 2 raised to 2 raised to jയുടെ വാല്യൂ 0 into ക്യൂവിൻ്റെ വാല്യൂ ഹിയർ 13, then mod 27 ചെയ്യാൻ പറഞ്ഞു. ഇതെന്ത് വരും? 2 raised to 1 into 13, 2 raised to 13 mod 27 ചെയ്തു. സെയിം എക്സ്പ്രഷനാണ്. റിസൾട്ട് 11 ആണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞിരുന്നു. ദെൻ 11 കിട്ടി. നമ്മൾ ചെക്ക് ചെയ്തു, എന്താണോ ചെക്ക് ചെയ്തു? n-1 ആണോ ചെക്ക് ചെയ്തു? n-1 അല്ല.
സോ ലാസ്റ്റുള്ള കോമ്പോസിറ്റ് എന്നുള്ള റിസൾട്ട് ആയിരിക്കും ഈ ഒരു എക്സാമ്പിളിൽ റിട്ടേൺ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 27 is a composite number, can be read as product of 3 and 9. Okay, this is the Miller-Rabin algorithm.